നിങ്ങൾക്കറിയാമോ? ഇല്ലെങ്കിൽ നോട്ട് ദ ഫാക്ട്സ്. നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു മുറിയിൽ നിന്ന് വേറൊരു മുറിയിലേക്ക് എന്തെങ്കിലും എടുക്കാൻ വേണ്ടി വേഗത്തിൽ പോയിട്ടുണ്ടോ? അവിടെ ചെന്ന് നിൽക്കുമ്പോൾ ഞാൻ എന്തിനാ ഇങ്ങോട്ട് വന്നത് എന്നാലോചിച്ച് അന്തം വിട്ട് നിന്നിട്ടുണ്ടോ? പേടിക്കണ്ട, നിങ്ങൾക്ക് അൽഷിമേഴ്സോ മറവിയോ ഒന്നുമല്ല. ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് സംഭവിക്കുന്ന ഒരു കാര്യമാണിത്. ഇതിനെ ശാസ്ത്രലോകം വിളിക്കുന്നത് ഡോർവി ഇഫക്റ്റ് അല്ലെങ്കിൽ ഇവന്റ് ബൗണ്ടറി എന്നാണ്. നമ്മുടെ തലച്ചോറ് വിവരങ്ങൾ ശേഖരിക്കുന്നത് ഓരോ സന്ദർഭങ്ങൾക്കനുസരിച്ചാണ്. ഒരു മുറിയിലിരിക്കുമ്പോൾ ആ മുറിയിലെ ലൈറ്റ്, ശബ്ദം, അവിടെ നിങ്ങൾ ചെയ്യുന്ന ജോലി എന്നിവയെല്ലാം ചേർന്ന് ഒരു എപ്പിസോഡായിട്ടാണ് തലച്ചോറ് സേവ് ചെയ്യുന്നത്. നിങ്ങൾ ആ മുറിയിലെ വാതിൽ കടന്ന് അടുത്തേക്ക് പോകുമ്പോൾ തലച്ചോറ് കരുതുന്നത് ആ പഴയ എപ്പിസോഡ് അവസാനിച്ചു എന്നാണ്. അതുകൊണ്ട് പഴയ മുറിയിലെ വിവരങ്ങൾ തലച്ചോറ് ആർക്കൈവ് ചെയ്യുന്നു. പുതിയ മുറിയിലേക്ക് ആവശ്യമായ പുതിയ കാര്യങ്ങൾക്കായി സ്പേസ് ഉണ്ടാക്കാനുള്ള ഒരു ശ്രമമാണിത്. ലളിതമായി പറഞ്ഞാൽ ഒരു കമ്പ്യൂട്ടറിൽ ഒരു വിൻഡോ ക്ലോസ് ചെയ്ത് മറ്റൊന്ന് ഓപ്പൺ ചെയ്യുന്നത് പോലെ. നമ്മുടെ വർക്കിംഗ് മെമ്മറി എന്നത് വളരെ പരിമിതമാണ്. ഒരു സമയം 3 മുതൽ 5 വരെ കാര്യങ്ങൾ മാത്രമേ നമ്മുടെ ഷോർട്ട് ടേം മെമ്മറിയിൽ താങ്ങി നിൽക്കൂ. നിങ്ങൾ ഒരു മുറി കടക്കുമ്പോൾ തലച്ചോറ് ആ മെമ്മറിയിലെ കറന്റ് കണ്ടെക്സ്റ്റ് ഡിലീറ്റ് ചെയ്യുന്നു. ഗവേഷണങ്ങൾ പറയുന്നത് വാക്കിംഗ് ത്രൂ എ ഡോർവേ എന്നത് തലച്ചോറിലെ സംബന്ധിച്ച് ഒരു ക്രിട്ടിക്കൽ ട്രാൻസിഷൻ പോയിന്റ് ആണ്. അതായത് ഒരു സിനിമയിലെ സീൻ മാറുന്നത് പോലെ നമ്മുടെ ലൈഫിലെ സീൻ മാറുകയാണ്. ഇതിനെക്കുറിച്ച് യൂണിവേഴ്സിറ്റി ഓഫ് നോട്രെ ഡാമിലെ പ്രൊഫസർ ഗബ്രിയൽ റഡ്വാൻസ്കി വലിയൊരു പഠനം നടത്തിയിട്ടുണ്ട്. വെർച്വൽ റിയാലിറ്റി ഉപയോഗിച്ച് നടത്തിയ പരീക്ഷണത്തിൽ ആളുകൾ ഒരേ ദൂരം ഒരേ മുറിയിൽ നടക്കുമ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ മറന്നു പോകുന്നത് ഒരു വാതിൽ കടന്നു പോകുമ്പോൾ ആണെന്ന് അദ്ദേഹം കണ്ടെത്തി. ഇവിടെ ദൂരമല്ല പ്രശ്നം, ആ വാതിൽ ആണ് വില്ലൻ. നമ്മുടെ തലച്ചോറിനെ സംബന്ധിച്ച് വാതിൽ എന്നത് ഒരു ഇവന്റ് ബൗണ്ടറി അഥവാ കാര്യങ്ങൾ വേർതിരിക്കപ്പെടുന്ന ഒരു അതിർത്തിയാണ്. ഇതിനെക്കുറിച്ച് അറിയേണ്ട ചില രസകരമായ കാര്യങ്ങൾ കൂടി കേട്ടോളൂ. ഡിജിറ്റൽ ഡോർവി എഫക്റ്റ്. ഇത് വെറും മുറികളിൽ മാത്രമല്ല സംഭവിക്കുന്നത്. നിങ്ങളുടെ ഫോണിലോ ലാപ്ടോപ്പിലോ ഒരു ടാബിൽ നിന്ന് മറ്റൊന്നിലേക്കോ മാറുമ്പോൾ ഇതേ മറവി സംഭവിക്കാം. പലപ്പോഴും നമ്മൾ വന്ന മുറിയിലേക്ക് തന്നെ തിരിച്ചു നടക്കുമ്പോൾ പെട്ടെന്ന് ആ കാര്യം ഓർമ്മ വരും. കാരണം തലച്ചോറ് ആ പഴയ ഫയൽ വീണ്ടും ഓപ്പൺ ചെയ്യും. നിങ്ങൾ ഒരേ സമയം പല കാര്യങ്ങൾ ചിന്തിച്ചു കൊണ്ടാണ് മുറി മാറുന്നതെങ്കിൽ ഈ മറവി സംഭവിക്കാനുള്ള സാധ്യത ഇരട്ടിയാണ്. അടുത്ത തവണ ഇങ്ങനെ സംഭവിക്കുമ്പോൾ വിഷമിക്കേണ്ട. നിങ്ങളുടെ തലച്ചോറ് വളരെ കാര്യക്ഷമമായി ജോലി ചെയ്യുന്നത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. അറിയാത്തത് അനവധി, അറിയാൻ വഴികൾ നിരവധി. സോ സ്റ്റേ ട്യൂൺഡ് ഫോർ നോട്ട് ദ ഫാക്ട്സ്.